മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടുത്തെ പിള്ളക്കടവിലെ വീഡിയോ കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടുത്തെ ലേലത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ലേലത്തിൻ്റെ കാഴ്ചകളൊക്കെ കൂടുതൽ കാണുന്നത് ഇന്ന് മീനിൻ്റെ കാഴ്ചകളായിരിക്കും കേട്ടോ. ലേലം ഇന്ന് കൃത്യമായുള്ളൊരു ലേലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇന്ന് ഈ വീഡിയോയിലില്ല. പകരം ഇന്ന് അവിടെ കിട്ടിയിരിക്കുന്ന മീനിൻ്റെ വിഭവങ്ങളും അതിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകുന്നത്. ഫ്രഷ് കായൽ മത്സ്യങ്ങൾ വളരെ ലാഭത്തിന് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മളുടെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് പിള്ളക്കടവ്, അതായത് കാർത്തികപ്പള്ളി ഹരിപ്പാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ കാർത്തികപ്പള്ളി വന്നിട്ട് അവിടെ നിന്ന് നേരെ പടിഞ്ഞാറേക്ക് വരുമ്പം പുളുക്കി എത്തും. പുളുക്കിയിൽ നിന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പിള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ വളരെ ലാഭകരമായി മത്സ്യം ലേലത്തിന് വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പം അതിരാവിലെ വന്നു കഴിഞ്ഞാൽ വളരെ ലാഭത്തിന് നമുക്ക് മീനൊക്കെ മേടിക്കാൻ കഴിയും. അപ്പം അതിൻ്റെ മീൻ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ കരിമീൻ സിലോപ്പിയൊക്കെയാണ്. അപ്പം മീനിൻ്റെ കാഴ്ചകളും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ലേലം തുടങ്ങുന്നത് ശരിക്കും ഒരു 6-7 മണിയാകുമ്പോഴത്തേക്കായിരിക്കും ലേലം തുടങ്ങുന്നത്. 6-6:45 ആകുമ്പോഴത്തേക്ക് ലേലം സ്റ്റാർട്ട് ചെയ്യും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഭയങ്കര വെള്ളത്തിൻ്റെ ഏറ്റവും ഉള്ള ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ലേലം വിളിയായിട്ടൊന്നും നടന്നില്ല. ഉള്ള മീനുകളൊക്കെ അത്യാവശ്യമുള്ളവരൊക്കെ വന്ന് ഒരു ഇതിന് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ലൈവ് നല്ല ഒന്നാന്തരം വലുപ്പമുള്ള കരിമീനുകളടക്കം നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് തൂക്കി വാങ്ങിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ആസ്വദിക്കേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ വള്ളത്തേൽ ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ അക്കരെ ഇക്കരെ കൊണ്ടുപോയി കറക്കാനും സെറ്റപ്പും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അടിപൊളി ഗ്രാമഭംഗികൾ നിറഞ്ഞ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഗ്രാമഭംഗിയെപ്പറ്റിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകളെപ്പറ്റി അല്ലല്ലോ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചിട്ട് ബാക്കി നമുക്ക് മീനിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ ഒന്നും ഇല്ല. വാ, ഞണ്ടൊക്കെ വളരെ ലാഭത്തിൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് ഒരു മുട്ടൻ ഒരു സിലോപ്പിയാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് കേട്ടോ. നല്ല വലുപ്പമുണ്ട് ഇതിന്. സിലോപ്പിയാണോ ഇത്? ഓരോരുത്തർ വന്ന് കണ്ട് വില വെച്ചൊക്കെ കരിമീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന രീതി കാണുന്നുണ്ടോ. ഇഷ്ടം പോലെ കരിമീനുണ്ട് ഇവിടെ. കരിമീനാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അടുത്ത ചരുവത്തിലെ കരിമീനെ കണ്ടോ. ഓരോ ഇതിലും കരിമീൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകളിലൂടെയാണ് നമ്മൾ കാണുന്നത്.
ശരിക്കും കരിമീൻ ഇവിടെ തുച്ഛമായ പൈസയ്ക്ക് തന്നെ കിട്ടും കേട്ടോ. ഈ കായംകുളം കായലിലെ കരിമീൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. മറ്റ് സ്ഥലങ്ങളേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള കരിമീനാണ് കായംകുളം കായലിലെ കരിമീൻ. പിന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് ഓരോരുത്തർ ഇതേ കച്ചവടക്കാരടക്കം ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കച്ചവടക്കാരടക്കം വന്ന് വാങ്ങിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ലൈവായിട്ട് എടുത്തുകൊണ്ട് പോകാം. അതായത് കച്ചവടക്കാർ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ തരുമ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടെ റേറ്റും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ ഇവിടെ ആ ഒരു ലേലത്തിന് പിടിച്ചാൽ നമുക്ക് വളരെ ലാഭകരമായി തന്നെ സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പിള്ളക്കടവിലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ ബൈ.